ശങ്കരമാധവ പൂങ്കാവിനോദമേ പൂങ്കാവി നോദമേ പൂങ്കാവിനോദമേ. എന്തോ നിനക്ക് വേറെ ജോലിയൊന്നുമില്ലടാ. ആ പെണ്ണിന് പരീക്ഷ എടുത്തിരിക്കുക. അടറാൻ കണ്ട ഒരു നേരം. എടി വീരോ, ആ അവളെ കൊണ്ട് രണ്ടെണ്ണം കൂടി ഇങ്ങോട്ട് തന്നെ. നല്ല രുചി. മോനെ എങ്ങനെയാലും പറഞ്ഞേക്കാൻ നോക്കാണ്ട് നിങ്ങൾ അവിടെ ഉണ്ടെന്നിരുന്നോണ്ടിരുന്നു. അവൻ പോയി 4 കാശ് സമ്പാദിച്ചാലേ ഈ കുടുംബം രക്ഷപ്പെടും. എന്റെ പൊന്നു വിരോണി, ആ കാശ് അവൻ ഇവിടെ കിടന്നുണ്ടാക്കും. നീ നോക്കിക്കോ. ഞാൻ ചത്തിട്ടായിരിക്കും. നെഞ്ചി കുത്തണ വർത്താനം പറയാതെന്റെ വിരോ. എന്റെ വാക്കിനൂടെ വല്ല വിലയുണ്ടോ? ഞാൻ വെറും ഒരു അടുക്കളക്കാരി. എന്റെ പൊന്നു വിരോണി, നീ ഇങ്ങനെ കരയാതെ. നിന്റെ കണ്ണീര് കണ്ട എന്റെ ചങ്ങിനകം പൊളക്കും കേട്ടാ. കറിക്ക് എന്ത് കിട്ടി വിരോ? കറിക്ക് ഇന്നൊന്നും കിട്ടിയില്ല. പൊടി കൂടെ ചെമ്മീനെ. മോളിറങ്ങിയില്ലേ? പപ്പയ്ക്കെല്ലാം അറിയാം. മോളല്ലാതെ പപ്പയ്ക്ക് ഈ ലോകത്ത് വേറെ ആരാ ഉള്ളത്? നോ നോ, കരയരുത്. ആരും കരയുന്നു പപ്പയ്ക്ക് ഇഷ്ടമല്ലാന്നറിയില്ലേ? പപ്പ കരഞ്ഞ് മോള് കണ്ടിട്ടുണ്ടോ? മോളുടെ മമ്മി നമ്മളെ വിട്ട് പോയപ്പോ പപ്പ തളർന്നുപോയി. പക്ഷെ അപ്പോഴും കരഞ്ഞില്ല. എന്റെ മോളും അങ്ങനെയായിരിക്കണം. ബി ബ്രേവ്, ബി ബോൾഡ്. എന്തും താങ്ങാനുള്ള മനസ്സൊക്കെ നമുക്കുണ്ടായിരിക്കണം. ഫ്രെഡിയെ എനിക്കിഷ്ടമാണ്. Sleep well. Good night. എന്നെ വിളിച്ചു സാർ? സ്വാമി ലഞ്ച് കഴിച്ചില്ലല്ലോ? ഇല്ല, തുടങ്ങാൻ പോണു. എങ്കിലും ഇങ്ങോട്ട് എടുത്തോണ്ട് വാ, നമുക്ക് ഒന്നിച്ച് കഴിക്കാം. അത് വേണോ സാർ? പേടിക്കേണ്ട ബ്രാഹ്മണ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. ഞാനും ശുദ്ധ വെജിറ്റേറിയനാ. എടുത്തോണ്ട് വാ. ശരി സാർ. എന്തൊക്കെയാണ് വിക്കി ഡിഷസ്? സ്വാമി, പാവക്കായ് ഗൊജ്ജു, തൊണ്ടക്കായ് തോര, റെഡ് കുമ്പളക്കായ് സാമ്പാർ, പപ്പഡ് ഫ്രൈ ആൻഡ് ബനാന ചിപ്സ് ഉണ്ട് സാർ. എന്താ ഹെഡേക്ക് ആണോ? എന്റെ സ്വാമി, നമ്മുടെ കൂർഗിലെ എസ്റ്റേറ്റ് ചെന്നപ്പോ ഇവൻ വെച്ച പോർക്ക് വെന്താലിയിൽ വീണുപോയതാ ഞാൻ. ഇപ്പൊ ഇവൻ കുറെ ലിസ്റ്റ് പറഞ്ഞു. ഞാൻ ആകെ വെന്താലുമായിരിക്കുക. അതെ, സ്വാമിയുടെ സ്പെഷ്യൽ എന്താ? സാമ്പാർ. സാമ്പാർ അതെന്നുള്ളതല്ലേ? ഓലനും ഇഞ്ചിക്കറിയൊന്നുമില്ലേ? ഇന്ന് ചമ്മന്തിയും കൊണ്ടാട്ടമുളകുമാണ്. സ്വാമിയുടെ സാമ്പാർ മതിയല്ലോ ഒരു കല ചോറ് തിന്നാൻ. എനിക്ക് പ്ലേറ്റ് താനില്ല. ബ്രാഹ്മണനോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ ആര് പാകം ചെയ്താൽ എന്താ സ്വാമി? ഭക്ഷണത്തിന് രുചി വേണം, വൃത്തി വേണം. അതാണ് എന്റെ പ്രിൻസിപ്പിൾ. ആമാ കറക്റ്റ്. സ്വാമി, നാളെ ഫ്രെഡിയോട് വീട്ടിലോട്ട് വരാൻ പറ. ആ കുട്ടി തനിച്ചു വരുമെന്ന് തോന്നുന്നില്ല. അവരൊരു സെറ്റുണ്ട്. സെറ്റോ? ശരി, അവരും കൂടെ വരട്ടെ. ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ്. അപ്പൊ നമ്മുടെ പ്രമാണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ടല്ലോ? ഓ സാർ. നമ്മുടെ പ്ലാൻ തൽക്കാലം മോനും അറിയല്ല. ഒരു സർപ്രൈസ് ഇരിക്കട്ടെ. അവിടെ രസം ഇവിടെ വീട്ടിലുണ്ട്. അതല്ല, ചോറ് ഒഴിക്കുന്ന രസമാ ചോദിച്ചത്. ഓ, ഈ രസം എടുത്തോളൂ.
വെള്ളം 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 സാർ വെള്ളം വെള്ളം വെല്ലം എന്ന് പറഞ്ഞ ശർക്കരയാടോ മണ്ട എന്നും പറയും വെല്ലം വെല്ലം വെല്ലം. ആ വരണം വരണം 10 മണി ആവുന്നേ ഉള്ളൂ 9:45. വരൂ വരൂ വരൂ. എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ള പോവാം 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 നടക്കൂ. ഇരിക്ക. Sit down. Exactly 10. ഫ്രെഡി എന്നല്ലേ പേര്? അതെ ഇതൊക്കെ എന്റെ ഫ്രണ്ട്സ് ആണ്. ഇത് മിസ്റ്റർ ചിത്രാംഗതൻ, ഇത് നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ്. അതെ, മരണത്തിൽ ഒന്നിക്കാമെന്ന് വെച്ചു. സാമി, മോനുവിനെ വിളിക്കൂ. ആ, ഫ്രെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. എക്കണോമിക്സ്, ധനതത്വശാസ്ത്രം. ഗുഡ്. ഇവരൊക്കെ? ഞാനും BA എക്കണോമിക്സ് സാർ. എവന് ഡിഗ്രിയേ ഉള്ളൂ. ഓഹോ, ഡിഗ്രിയിൽ നിർത്തി? അതെ, പ്രീ ഡിഗ്രി. മോളും ഇരിക്കണം. ഇനി കാര്യങ്ങൾ വളച്ചു കെട്ടാതെ പറയാം. ഫ്രെഡിക്ക് എന്റെ മോളെ ഇഷ്ടമാണോ? എന്താ മൗനം? ഫ്രെഡിക്ക് മോനുവിനെ ഇഷ്ടമാണോ എന്ന്? ഇഷ്ടമാണ്. വെൽ, മോൾക്കോ ഫ്രെഡിയെ ഇഷ്ടമല്ലേ? നിങ്ങളിങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നത് നോ, അതത്ര സുഖമുള്ള കാര്യമല്ല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നടത്തിത്തരാം. ഇക്കാര്യം ഫ്രെഡിയുടെ മാതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട്. നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും കരുതാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ച് നോക്കാനുള്ളൊരു സന്ദർഭമാണിത്. എന്താ, നിങ്ങൾ അതിന് തയ്യാറാണോ? തയ്യാറാണ്. എക്സലന്റ്. സാവി, സാവി തന്നെ നടക്ക. കഴിഞ്ഞു. ജെന്റിൽമാൻ, ഇത് 5 ലക്ഷം രൂപയുണ്ട്. 5 lakhs. പേടിക്കണ്ട, ടാക്സ് കൊടുത്ത പണമാണ്. ഇന്ന് തീയതി 15. 15 വേഴും 24. അതെ, 23. നോ, 22 അയ്യേ. എന്ന് വെച്ചാൽ ഒരാഴ്ച. ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം. റെഡി തരിച്ചു വേണമെന്നില്ല. 3